ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എഴുതുന്ന പുസ്തകങ്ങൾ എന്ന പഠന പരമ്പരയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും കർത്തൃനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം എഴുതുന്ന പുസ്തകങ്ങളിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സ്വർഗത്തിൽ എഴുതുന്ന പുസ്തകങ്ങൾ, രണ്ട് മണ്ണിൽ എഴുതുന്ന അഥവാ ഭൂമിയിൽ എഴുതി വെക്കുന്ന പുസ്തകങ്ങൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിൽ എഴുതുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നാം ചിന്തിച്ചതിൽ ലോകസ്ഥാപനത്തിന് മുമ്പ്, മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് ദൈവം എഴുതി തുടങ്ങിയ ഈ പുസ്തകത്തിൽ പേരെഴുതിയിരുന്നത് അത് പ്രഭാത നക്ഷത്രങ്ങളും ദൈവദൂതന്മാരുമായിരിക്കുന്ന ഒന്നാമത്തെ ആകാശവാസികളായിരിക്കുന്നവരെ, അവർ സൃഷ്ടികളെ കുറിച്ചുള്ള പേരാണ് ദൈവം എഴുതി തുടങ്ങിയത്. അതിനുശേഷമായി ലോക ആരംഭത്തിൽ ദൈവം, ലോകസ്ഥാപനത്തിൽ ദൈവം പേരെഴുതിയത് ഒന്നാം മനുഷ്യനായ ആദമിന്റെയും അവനിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചെടുത്ത ഹൗവയുടെയും പേരാണ് ദൈവം ലോകസ്ഥാപനത്തിൽ എഴുതിയത്. ലോക ആരംഭത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ മായ്ക്കപ്പെട്ടു. ആദത്തിന്റെയും ഹൗവയുടെയും പേരുകൾ പാപം മുഖാന്തരമായി അത് മായ്ക്കപ്പെടുവാനായിട്ട് ലോകാരംഭത്തിൽ ജീവവസ്തുത്തിൽ നിന്ന് പേരുകൾ മായ്ക്കപ്പെട്ടു. എന്നാൽ കയ്യിൽ ജനിക്കുന്നതോടുകൂടി വീണ്ടും ആദമും ഹൗവയും ദൈവത്തിലേക്ക് കടന്നു വരികയും കയ്യിന്റെ പേരും മൂന്ന് പേരുടെ പേരുകൾ ജീവവസ്തുത്തിൽ വീണ്ടും പ്രത്യക്ഷമായി എന്നുള്ളത് നാം ചിന്തിപ്പാനിടയാത്തത്. ഹാബേൽ ജനിക്കുന്നതോടുകൂടി 4 പേരുടെ പേരുകളാണ് ജീവവസ്തുത്തിൽ മാനവകുലത്തോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൽ എഴുതി വെക്കുവാനിടയാത്തുന്നത്. അതിനുശേഷമായി ആദത്തിന് നിരവധി മക്കൾ ജനിപ്പാനിടയാത്തത്. അതിന്റെ വിശദീകരണത്തിലേക്ക് അതിനുശേഷം അന്നു മുതൽ ലോകാരംഭം മുതൽ ആദ്യമേ വംശത്തിൽ ജനിക്കുന്ന ഒടുക്കത്തെ നാളിൽ ജനിക്കുന്നവർ വരെയും പുസ്തകത്തിൽ ജീവവസ്തുത്തിൽ പേരെഴുതും, സ്വർഗത്തിൽ പേരെഴുതും. അതുകൊണ്ടാണ് അവസാനം ഒടുക്കത്തെ നാളിലാണ് സ്വർഗത്തിൽ പേരെഴുതിരിക്കുന്ന അടിസ്ഥാന പുസ്തകമായിരിക്കുന്ന ജീവപുസ്തകം തുറക്കുന്നത്. ലോകാരംഭത്തിൽ ലോകസ്ഥാപനത്തിൽ എഴുതി തുടങ്ങിയ പുസ്തകം അത് ക്ലോസ് ചെയ്യുന്നത് ഒടുക്കത്തെ നാളിലാണ്. ഒടുക്കത്തെ നാളിലാണ് ജീവപുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു വന്ന് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സവിസ്തരമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ലോകസ്ഥാപനത്തിൽ എഴുതപ്പെട്ട പേര്, അതിനുശേഷമായി ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരുടെ പേരും ബേസ് രജിസ്റ്ററാകുന്ന ജീവപുസ്തകം രേഖപ്പെടുത്തിയിരിക്കും, സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. എന്നാൽ പാപം ചെയ്യുന്നവരുടെ പേര് ദൈവം ജീവപുസ്തകത്തിൽ മായ്ക്കപ്പെടും. ലോക ഒടുക്കത്തെ നാളിൽ, 1000 ആണ്ട് വാഴ്ചയെല്ലാം കഴിഞ്ഞ് ഒടുക്കത്തെ നാളിൽ പാപവും മരണവും ഇവിടെ നിലനിൽക്കുന്ന കാലത്ത് ജനനം എല്ലാം ഉണ്ട്. 1000 ആണ്ട് വാഴ്ചയിൽ മനുഷ്യന്റെ ജനനമുണ്ട്. ഇതെല്ലാം പൂർത്തീകരിക്കപ്പെട്ട ശേഷമാണ് ഒടുക്കത്തെ നാളിലാണ് അന്ത്യ ന്യായവിധി, മരിച്ചവരുടെ അന്ത്യ ന്യായവിധി നടക്കുന്ന അന്നാണ് ജീവപുസ്തകം തുറക്കപ്പെടുന്നത്. അന്നുവരെയും ഇത് എഴുതിക്കൊണ്ടിരിക്കും. എന്നാണോ അവസാനത്തെ മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത്, അവന്റെ പേരെഴുതി ദൈവം ചെയ്യും. എന്നാ എഴുതി തുടങ്ങിയത്, മനുഷ്യന്റെ പേര് എഴുതി തുടങ്ങിയത് ലോകസ്ഥാപനത്തിലാണ്. ലോകസ്ഥാപനത്തിൽ 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് സൃഷ്ടിയുടെ ദിവസങ്ങളിൽ 6-ാമത്തെ ദിവസമാണ്. അന്ന് ദൂതന്മാരുടെ പേരുകൾ എഴുതിയ അതേ ജീവവന്റെ പുസ്തകത്തിൽ മാനവകുലത്തിൽ നിന്ന് ദൈവത്തിന്റെ ജീവശ്വാസം ഏറ്റുവാങ്ങിയ ആദം, അവരിൽ നിന്ന് ജനിക്കപ്പെട്ട ഹൗവ എന്നിവർ 2 പേരുടെ പേരുകൾ ദൈവം ലോകസ്ഥാപനത്തിൽ എഴുതി വെച്ചു. അവര് ദൂതതുല്യരായി ഏദനെന്ന ദൈവത്തിന്റെ പർദീസയിലായിരുന്നു. അവിടെ നിഷ്പാപയുഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അവരുടെ പേര് ജീവവസ്തുക്കളിൽ അവർക്ക് തേജസ് ഉണ്ടായിരുന്നു. അവർ ഏതെന്ന തോട്ടത്തിൽ വസിക്കുവാൻ യോഗ്യരായിരുന്നു. അത് പുതിയ ആകാശ പുതിയ ഭൂമിയുടെ പ്രാകാരത്തിന് നിഴലായി നിൽക്കുന്ന സ്ഥലമാണ്. പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ദൂതതുല്യരായി പ്രവേശിക്കപ്പെടുവാനുള്ള മനുഷ്യരായിരിക്കുന്ന മാനവകുലത്തിൽപ്പെടുന്നവരെ പ്രതിദാനം ചെയ്യുന്ന നിഴലായിട്ടുള്ളതാണ് ഈ പറയുന്ന ഏദനിലെ ആദമീയ വംശത്തിന്റെ ആദവും ഹൗവയുടെയും 2 പേരുടെയും ജീവിതത്തിന്റെ സാക്ഷ്യം കാണിക്കുന്നത്. എന്നാൽ അവർക്കതിനൊരു കാലം ദൈവം വെച്ചിരുന്നു അവിടെ. അതിനുശേഷമായി ആ കാലം എന്ന് പറയുമ്പോൾ അവരവിടെ ജീവിച്ചു വന്നു. എത്ര നാൾ അവിടെ ഉണ്ടായിരുന്നു അറിയത്തില്ല. തേജസ് ഉണ്ടായിരുന്നു. എന്നാൽ പാപം മുഖാന്തരമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ലോകാരംഭത്തിൽ അവരുടെ പേരുകൾ മായ്ക്കപ്പെട്ടു. എഴുതുവാൻ അധികാരമുള്ളവനാണ് മായ്ച്ചത്. നമുക്കറിയാം, യേശു ദൈവമാണത് മായ്ച്ചത്, മായ്ച്ചു കളഞ്ഞു. പക്ഷെ എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച്
ദൈവത്തിന് പ്രത്യേകം ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട്, അവനെക്കുറിച്ച്, ആ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ട്, ദൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൂതന്മാർക്ക് ആത്മമരണം ഉണ്ടെങ്കിൽ നിത്യമരണമാണ്. ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മടങ്ങി വരാൻ കഴിയത്തില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ വഞ്ചിക്കപ്പെട്ട് പാപത്തിന് അടിമപ്പെട്ടതായതുകൊണ്ട് അവന് മടങ്ങി വരാനുള്ള സാഹചര്യം ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് മടങ്ങി വരാൻ ദൈവം സാവകാശം തന്നത്. നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ നിഷ്പാപമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തികളെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ശരീരത്തിൽ വസിച്ചുകൊണ്ട് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ദൈവം കണക്കാക്കിയാണ് അവസാനം നമ്മളെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുന്നുള്ളത് നോക്കുന്നത്. അതുകൊണ്ട് ശിശുക്കളായിരിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ശരീരത്തിൽ വസിച്ചുകൊണ്ട് പാവമൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അവര് ലോകത്ത് ജനിക്കുന്ന സകല ശിശുക്കളും ഒരുപോലെയാണ് ദൈവത്തിന് മുമ്പാകെ. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ചില കാര്യങ്ങളുണ്ട്, അത് എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളാണ്. അതേക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കുന്നത്. പൊതുവായിട്ടുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകത ഉണ്ടോ വെച്ചാൽ പ്രത്യേകത ഉണ്ട്. പക്ഷെ അതെന്താണെന്നുള്ളത് ഇപ്പോൾ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ആ പ്രത്യേകത എന്നുള്ളത് പിന്നീട് പറയാം. അപ്പോൾ ഈ സകല മനുഷ്യരും ലോക ആരംഭത്തിൽ ആദവും ഹവ്വയും പാപം ചെയ്ത് മുഖാന്തരമായി മനുഷ്യൻ മുഴുവൻ പാപത്തിൽ വീണുവെങ്കിലും ജനിക്കുന്നവരെ, പ്രവൃത്തി വരെ, അവൻ പ്രവൃത്തി ചെയ്ത് പാപം ചെയ്യുന്നവരെ ദൈവം പാപം കണക്കിടുന്നില്ല. ദൈവം അവരെ പാപം കണക്കിടാതെ ആദത്ത് ധരിച്ച കയ്യിനെ ദൈവം നീതിമാനായി, അഥവാ ജീവോസ്തിൽ പേരുള്ള, സ്വർഗത്തിൽ പേരുള്ളവനായി രേഖപ്പെടുത്തുവാൻ ഇടയാക്കുക. സ്വർഗത്തിൽ പേരെഴുതി ഇവാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യൻ പാപമുഖാന്തരം നഷ്ടപ്പെടുത്തി കളയുന്ന നഷ്ടത്തെയാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഏതെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട എനിക്കും നിങ്ങൾക്കും അതിനുള്ള അവകാശം ലഭിച്ചിരുന്നു, ഭാഗ്യം ലഭിച്ചിരുന്നു. ആ പദവി, ആ ഭാഗ്യം ഈ ലോകത്തിലെ താൽക്കാലികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി കളയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പാപം ചെയ്തു. പാപം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. വിശ്വാസം എന്താണ്? വിശ്വാസം എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, വിശ്വാസം ഉത്ഭവിക്കാത്ത എല്ലാം പാപം എന്ന് പറയുമ്പോൾ, നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആശിക്കുന്നതിന് ഉറപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്നറിയാം. എന്നാൽ യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ രക്ഷയല്ലാതെ, ദൈവം മുഖാന്തരമല്ലാതെ രക്ഷയില്ല എന്നുള്ള വിശ്വാസം. അതാണ് യഥാർത്ഥ വിശ്വാസം. കർത്താവിലൂടെ അല്ലാതെ, ദൈവത്തിലൂടെ അല്ലാതെ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു മാർഗമില്ല എന്ന് വിശ്വസിക്കുന്നതിനെയാണ് വിശ്വാസം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതല്ലാതെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസത്തെ അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവമായ ബന്ധത്തിൽ നിൽക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെയാണ് യഥാർത്ഥ വിശ്വാസം. അതല്ല എങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത എല്ലാം പാപമാണ്. ദൈവത്തിൽ വിശ്വസിക്കാത്തത് എല്ലാം പാപമാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാതെ മനുഷ്യൻ പാപത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ചെയ്തികളെ കണ്ടുകൊണ്ട് ദൈവം ദുഃഖത്തോടെയാണ് പേരുകൾ മാറ്റുന്നത്. എന്നാൽ മനുഷ്യൻ വീണ്ടും മടങ്ങി വരുമ്പോൾ സന്തോഷത്തോടെ സുവിശേഷ മുഖാന്തരമായി ദൈവം മനുഷ്യനെ മടക്കി വരുത്തുന്ന മുഖാന്തരമായി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നു എന്നുള്ളതും നാം രാവിലെ സമയം ചിന്തിപ്പാനിടയായിട്ട്. അതിനുശേഷം നമ്മൾ കണ്ടത് ആദ്യത്തെ കൊലപാതകം ഭൂമിയിൽ നടക്കുകയാണ്. ഒന്നാമത്തെ മരണം നടന്ന കൊലപാതകൻ. ഒന്നാമത്തെ കൊലപാതകം നടന്നത് നമുക്കറിയാം. അത് ഏതെല്ലാം സംഭവിച്ചത്? അന്ന് ആദ്യത്തെ ഗൗരിയും ശരീരത്തല്ല കൊന്നു കളഞ്ഞത്. കാരണം തേജസ്സുള്ള മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല. തേജസ്സുള്ള മനുഷ്യന് മരണമില്ല എന്ന് പറഞ്ഞാൽ അവനെ ജഡത്തിൽ കൊല്ലാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ആത്മമരണമാണ് സംഭവിച്ചത്. അതിനുശേഷമാണ് ഈ കൊലപാതകരായിരിക്കുന്ന സാത്താൻ കയ്യിനിൽ പ്രവേശിച്ച് ഹാബേലിനെ എന്ത് ചെയ്തത്? കൊന്നുകളഞ്ഞത്. അപ്പോൾ അതുവരെയും ഹാബേൽ എന്ന വ്യക്തി ജീവവസ്തുവിൽ പേരുള്ളവനായിരുന്നെങ്കിൽ അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ രക്തത്തിന്റെ വില കണ്ടുകൊണ്ട് അവന് സാക്ഷ്യം ലഭിച്ചതുകൊണ്ട് ദൈവം അവനെ ഉത്തമമായ സ്ഥാനത്ത്, അവനെ പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരുടെ പേരിൽ ആദ്യത്തേതായിട്ട് എഴുതുവാനിടയായിട്ട് തന്നു. പേർ വിളിക്കും നേരം കാണുമെന്ന് പാടിയല്ലോ. പേര് എഴുതിയെങ്കിലേ വിളിക്കത്തുള്ളൂ. അല്ലേ? പേരെഴുതുമ്പോഴേ വിളിക്കത്തുള്ളൂ. പറഞ്ഞാൽ അത് ദൈവസഭ എടുക്കപ്പെടുന്ന ബന്ധത്തിലുള്ള കാര്യമാണ്.
ഇവരെ ഒന്നും അങ്ങനെ പേർ വിളിച്ചല്ല കർത്താവ് കൊണ്ടുപോകുന്നത്. അത് ഓരോ പുനരുത്ഥാനം നടക്കുന്ന സമയത്ത് അവർ പോകും. ആ ദൈവമാണ് വിളിക്കുന്നത് മടങ്ങി വരാൻ പറയുമ്പോൾ ഓരോ നിരകളും പോകും. അതിനെ കുറിച്ച് പുനരുത്ഥാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് പേർ വിളിച്ച് ദൈവം കൊണ്ടുപോവുകയല്ല. നമുക്കറിയാം അങ്ങനെ പേർ വിളിച്ച് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പാടുന്നത് പുതിയ നിയമസഭയുടെ നമ്മൾ ആ പാടുന്നതിന്റെ കാരണം നമുക്കറിയാം കർത്തൃകാകളം ധരിക്കുന്ന സമയത്തെ കുറിച്ചാണ് പാടിയിരിക്കുന്നത് അല്ലേ. കർത്താവിന്റെ കാകളം ധരിക്കുമ്പോഴല്ല ഹാബേൽ ഉയർത്തെഴുന്നേൽക്കുന്നത്, കർത്തൃകാകളം ധരിക്കുമ്പോഴല്ല അബ്രഹാം ഉയർത്തെഴുന്നേൽക്കുന്നത്, കർത്തൃകാകളം ധരിക്കുമ്പോഴല്ല ദാനിയേൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമുണ്ട്. അപ്പോൾ കർത്തൃകാകളം ധരിക്കുമ്പോൾ പേർ വിളിക്കുന്നത് നമ്മുടെ പേരുണ്ടാകണമെങ്കിൽ നാം ജീവവസ്തുവിൽ പേരെഴുതുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ആ 30 മേനിൽ നിന്ന് 60 മേനിൽ 100 മേനിയിലായി എങ്കിൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഇതിന്റെ അന്തസ്സത്ത മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ലായിരിക്കാം. നമുക്കറിയാം, ഒരു കോളേജിൽ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരുവൻ അറിയാം മറ്റവൻ ആരാണെന്നുള്ളത് അല്ലേ. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അറിയാം അവൻ ആരായിത്തീരുമെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ അവര് പറഞ്ഞാലും പരീക്ഷ കഴിഞ്ഞ് പാസ്സാകാതെ അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നമുക്കറിയാം, സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒക്കെ നമുക്കറിയാം നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ ഇന്നയാളാകും, അവർക്ക് ഡിസിഷൻ കിട്ടുന്ന ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന കാര്യം നമുക്കറിയാം. നമ്മൾ ആരാണെന്ന് നമുക്കറിയാം, അറിയത്തില്ലേ? അറിയാം. നമ്മൾക്ക് എത്ര മാർക്ക് കിട്ടും നമുക്കറിയാം. പക്ഷെ ആരും അങ്ങോട്ടൊന്നും പറയത്തില്ല, എക്സ്പ്രസ് ചെയ്യത്തില്ല. പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവൻ അറിയാം ഞാൻ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കും എന്നുള്ളത്. പക്ഷെ ഡിക്ലെയർ ചെയ്യത്തില്ല. അധ്യാപകൻ അറിയാം ഈ കുട്ടി എന്ത് ചെയ്യും, ഈ ടോപ്പ് ആകാനുള്ളതാണ്. പക്ഷേ അവിടെ ഡിക്ലെയർ ചെയ്യത്തില്ല. അവന് വേണ്ട കരുതൽ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും, ആത്മാവിനെ വളർത്തിക്കൊണ്ടുവരും. അതാണ് അതാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് തോറ്റുപോകുന്നവരെ പരിശുദ്ധാത്മാവൻ അറിയാം. തോറ്റുപോകുന്നവരെ അറിയാം എന്ന് പറഞ്ഞാൽ 30 മേനിയിൽ വന്നിട്ട് നിത്യജീവനെ പ്രാപിച്ചിട്ട് ഈ ഞായറാഴ്ചകളൊക്കെ ടൂറും പരിപാടിയൊക്കെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സൂക്ഷിച്ചു. സ്തോത്രം. ആത്മീയ ആരാധനയും ദൈവകൃപയൊക്കെ നഷ്ടപ്പെടുത്തി പോയി കഴിഞ്ഞാൽ നീ സ്കൂളിലെ അംഗമാണെങ്കിലും ഇവൻ തോറ്റുപോകുമെന്ന് ആർക്കറിയാം? പരിശുദ്ധാത്മാവിനറിയാം. ഞാൻ പറഞ്ഞത് ദൈവകൃപയിൽ ഈ അധ്യാപന കലാശാലയിൽ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം, മനസ്സാക്ഷിയിൽ അറിയാം നമ്മൾ ആരാണെന്നുള്ളത്. ഞാൻ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് നമുക്കറിയാം. നാം എത്രമാത്രം വിശ്വാസത്തിലാണെന്നുള്ളത് നമുക്കറിയാം. നാം എത്രമാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ മനസ്സാക്ഷി തെളിവായിട്ട് വരും. നമ്മുടെ വിച്ചറിയാം. നമ്മളെ പഠിപ്പിക്കുന്നവർക്കും അറിയാം, നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് അറിയാം, നമുക്ക് കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്നതാണെന്ന് അറിയാം, ഇങ്ങനെ ഇന്നതാണെന്ന് അറിയാം എന്ന് പറഞ്ഞാൽ ആ അറിയാവുന്നതുപോലെ ആയിത്തീരുന്ന മനസ്സാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് അവസാനമായിട്ട് റിസൾട്ട് വരുന്ന സമയം വരെയും ഇതെന്ത് ചെയ്യത്തില്ല, പ്രഖ്യാപിക്കപ്പെടത്തില്ല. അതിൻ്റെ അകത്ത് 30 മേനിയുണ്ട്, 60 മാർക്ക് വാങ്ങിക്കുന്നവരുണ്ട്, 100 മാർക്ക് വാങ്ങിക്കുന്നവരുണ്ട്. എന്നാൽ ഇത് ഭയത്തോടെ ഞാൻ പറയട്ടെ, ഈ 30ഉം 60ഉം ഇവിടെ ഉണ്ടായിരിക്കും. കർത്താവിന്റെ കർത്തൃകാകളം ധരിക്കുമ്പോൾ അവിടെ പേര് എന്ത് ചെയ്യത്തില്ല, വിളിക്കപ്പെടത്തില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് കണ്ടതുകൊണ്ട് മാത്രം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാമെന്ന് ആരും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഞാനിത് പറയുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. കൈപൊക്കി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടത്തില്ല. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ആത്മാവിൽ ഒരു ഉണർവുണ്ടായിരിക്കണം, ഒരു ചിന്ത ഉണ്ടായിരിക്കണം, ജീവിതം ദൈവമായി ബന്ധപ്പെടുത്തി നടക്കണമെങ്കിൽ മാത്രമേ അന്ന് എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. തെറ്റിദ്ധരിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ വളരെ ക്രമീകരിച്ച് അതിനുവേണ്ടി ഒരുങ്ങിയെങ്കിൽ മാത്രമേ പോക്ക് നടക്കുകയുള്ളൂ. പക്ഷേ ബാക്കിയുള്ളവരാരും, ഞാൻ പറഞ്ഞല്ലോ, അവരാരും തെറ്റുകാരല്ല, പാപികളല്ല. കർത്താവിന്റെ വരവെങ്കിൽ കർത്തൃകാകളം ധരിച്ച് എടുക്കപ്പെടുന്ന സമയത്ത് ഇവിടുന്ന് ഒരു കൂട്ടരങ്ങ് പോകും. ഞാനിവിടെ ഇന്ന് വയർസഭയിൽ ചിന്തിക്കാനിടയാ തീർന്നു. നമ്മുടെ ആഗ്രഹത കാകളം ധരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇവിടുന്ന് എന്ത് ചെയ്യണം? പോകണം. നാളെ ബോട്ടിങ്ങിന് ആരും പോകാൻ ഇവിടെ കാണരുത്. കർത്തൃകാകളം ധരിച്ചാൽ ഇന്ന് ഇവിടുന്ന് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് എന്ത് ചെയ്യണം? എടുക്കപ്പെടണം. നാളത്തെ പ്രോഗ്രാം ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളിവിടെ കാണരുത്. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്രത്യാശ. അങ്ങനെ ഒരു ആഗ്രഹവും വാഞ്ചയും ഉള്ളവരെയാണ് ദൈവം എടുക്കുന്നത്. ഇനി സപ്പോസ് കർത്താവ് വന്ന് എടുക്കപ്പെട്ടു, ഞാൻ ഇവിടെ ശേഷിച്ചെന്നിരിക്കട്ടെ, ഞാൻ ശേഷിച്ചു, നിങ്ങൾ എല്ലാവരും എടുക്കപ്പെട്ടു, സംഭവിക്കാം.
കാരണം കൊരിന്ത്യർ 2:11 പറയുന്ന, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷമായി പോകുമോ എന്ന് ഞാൻ എന്തെയ്യുന്നു? ഭയപ്പെടുന്നു. ഓടിത്തീരാൻ തയ്യാറെടുക്കുന്ന ദൈവസഭയെ നോക്കി പൗലോസ് പറയുക, ഏത് നിമിഷം വേണമെങ്കിലും വഷമായി പോകാം. അതുകൊണ്ട് ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് മാറിപ്പോകാതിരിക്കുവാൻ, മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന യഥാർത്ഥമായ മണവാട്ടിയായി തീരുവാൻ വേണ്ടി ആഗ്രഹത്തോടെ ആയിത്തീരുന്നില്ല എങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ പേർ വിളിക്കപ്പെടത്തില്ല, ചേർക്കപ്പെടത്തില്ല. അഥവാ അതിന്റെ അർത്ഥം ഈ സ്വർഗത്തിൽ പേരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയിൽ അവിടെ പേര് കാണത്തില്ല. നമ്മളെ 30 മേനിയിൽ നിന്ന് ദൈവം നമ്മളെ ഉയർത്തി ജീവവസ്തുവിൽ പേരെല്ലാവരുടെയും പേരുണ്ട്. ഞാൻ പറഞ്ഞാൽ അവസാനം പരിശുദ്ധാത്മാവാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ആ വളർത്തി കൊണ്ടുവന്ന് ആ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് സ്വർഗം പറയുന്നത് ഇന്ന ആൾക്കാരൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 100 മേനി തികവായി എന്റെ പുത്രനായിരിക്കുന്ന മകന് ആത്മമണവാട്ടിയായി യോഗ്യത പ്രാപിച്ചത് ഈ ലോകത്തെയും ജഡത്തെയും സാത്താനെയും ജയിച്ചവരാണെന്ന് സ്വർഗം ഡിക്ലെയർ ചെയ്യുന്നപ്പോഴാണ് നമ്മുടെ പേര് വിളിക്കുന്നത്, എഴുതപ്പെടുന്നത്. അതുവരെ ഇല്ല എങ്കിൽ 60 മേനിയിലോ 30 മേനിയിലോ ആണെങ്കിൽ അവിടെ ശേഷിക്കും. അവർ തള്ളപ്പെടുന്നവരല്ല, ശേഷിക്കപ്പെടുന്നവരാണ്. തള്ളപ്പെടുന്നവർ ശേഷിക്കപ്പെടുന്നവർ വ്യത്യാസമുണ്ട്. തള്ളപ്പെടുന്ന റിജക്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ വേണ്ട, അത് തള്ളപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവം തള്ളിക്കഴിഞ്ഞാൽ നരകാഗ്നി പോകേണ്ടവരാണ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവസഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ തള്ളപ്പെടുന്നവരല്ല. സഭയുടെ ബാക്കിയുള്ളവർ, ഇന്ന് നിങ്ങളെല്ലാവരും എടുക്കപ്പെട്ടിരിക്കട്ടെ, ഞാനിവിടെ ശേഷിച്ചാൽ എന്റെ മനസ്സാക്ഷി എനിക്കറിയാം, ഞാൻ തള്ളപ്പെടുന്നവനല്ല, ശേഷിക്കപ്പെടുന്നവനായിത്തീരും എന്ന് പറഞ്ഞാൽ അർത്ഥം എനിക്ക് ആ 100 മേനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, 99 വരെയൊക്കെ പറ്റിയുള്ളൂ, 1% കൊണ്ട് ഇത് പോയി, അതുകൊണ്ട് 60ലേക്ക് ഞാൻ മാറ്റപ്പെടും എന്ന് പറഞ്ഞാൽ ആ രണ്ടാമത്തെ നിലവാരത്തിലേക്ക് വരെ ഇവിടെ ഭൂമിയിൽ ജീവിക്കേണ്ടതായിട്ട് വരും. സഭയുടെ ശേഷിപ്പുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. വെളിപ്പാട് 12 അധ്യായം പഠിക്കാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാകാത്തത്. അവിടെ പറയുന്നത് സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട്, തള്ളപ്പെട്ടവരോടല്ല, സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ കടൽപ്പുറത്തെ മണലിൽ മേൽ സാത്താൻ നിന്നുള്ള പറഞ്ഞത്. എത്ര പേര് വെളിപ്പാട് വായിച്ചിട്ടുണ്ട്? എത്ര പേര് പഠിക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസം വെളിപ്പാട് ക്ലാസ് എടുത്തായിരുന്നു, 106 ക്ലാസ് എടുത്തായിരുന്നു. പലരുടെയും പേര് പോലും മുഖം പോലും ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ പറയാം, വേദനയോടെ പറയാം, ഭാരത്തോടെ പറയാം, ഇന്ന് നിസ്സാരമായിട്ട് എടുത്തു. പക്ഷേ കാര്യങ്ങളെ മനസ്സിലാക്കി, കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നില്ല എങ്കിൽ, മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇവിടെ ഞാനും നിങ്ങളും വീരവാദം പറഞ്ഞു നടക്കും. പക്ഷേ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളപ്പെടുവാൻ പാപം ചെയ്താലാണ് ശേഷിക്കപ്പെടുവാനായിട്ട്. അങ്ങനെ ശേഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആരും ദൈവത്തെ ഓർത്ത് തലതെല്ലി പൊട്ടിക്കുകയോ ആത്മഹത്യയോ ഒന്നും ചെയ്യരുത് കേട്ടോ. അത് ദൈവം ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒളിമ്പിക്സിൽ പോയി ഓടുന്നവർ അത് സെലക്ട് ചെയ്ത് അയക്കപ്പെടുന്നവരാ. അവരെല്ലാവരും പോയിട്ട് വരുമ്പോൾ സ്വർണ്ണ മെഡലുമായിട്ടാണ് അവർ. അല്ല, അതിൻ്റെ അകത്ത് വെള്ളി മെഡൽ വാങ്ങിക്കുന്നുണ്ട്, ബ്രോൺസ് മെഡൽ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അവരാരും കുറവുള്ളവരല്ല, തികവുള്ളവർ എന്ന് പറഞ്ഞാൽ അവരുടെ നിലവാരത്തിൽ ഉള്ളവരാ. പക്ഷേ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇത് ഞാൻ പഠിപ്പിക്കുന്നത് ഇത് സംഭവിക്കാൻ പോകുന്നത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. മരിച്ചു പോകാനേ അറിയത്തില്ല, നമ്മളെ മാത്രമേ അറിയത്തുള്ളൂ. ചെല്ലുമ്പോൾ അറിയാം എവിടെയാണെന്നുള്ളത്. ഇവൻ എവിടെയാ പോകുന്നത്? എല്ലാവരും പറയും പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്ന് പറയും. ഈ പ്രൊമോട്ടഡ് ടു ഗ്ലോറി ആണോ എങ്ങോട്ടാണോ ആരാ നിശ്ചയിക്കുന്നത്? ദൈവം നിശ്ചയിക്കും. ഏത് ഗ്ലോറിയിലേക്കാ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത് ഫ്ലെക്സ് അടിച്ചു വെച്ചാൽ എത്തത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് തീരുമാനിക്കുന്നത് ഇവനെ പ്രൊമോട്ട് ചെയ്യണം എങ്ങോട്ടാണെന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ത്യശ്വാസം വലിക്കുന്നവരെയും ആരുടെയും പേരുകൾ നിശ്ചയമില്ല. കാരണം ഏത് നിമിഷത്തിൽ വേണമെങ്കിൽ സാത്താൻ വഞ്ചിക്കാം. അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടെ ഇന്ന് രാത്രിയിൽ ദൈവവചനം കേൾക്കണം. എനിക്ക് മറ്റൊന്നും നിങ്ങളോട് പറയാനില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് പുത്രത്വം പ്രാപിക്കുന്നവരെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ പുത്രത്വം പ്രാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി പഴയ നിയമത്തിൽ ശേഷന്മാരായിട്ടുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നീണ്ട ഒരു പട്ടിക നമുക്ക് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം വായിച്ചാൽ മതി. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് തുടങ്ങിയിരിക്കുന്നത് ഹാബേൽ മുതൽ തുടങ്ങി അതിന് ആ പട്ടികയ്ക്കകത്ത് എഴുതിയിരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ നമ്മൾ നോക്കിയാൽ അവരൊക്കെ പഴയ നിയമത്തിലെ
ശ്രേഷ്ഠന്മാരുടെ പദവിയിൽ എഴുതപ്പെട്ടവരാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടവരായിരുന്നു. എന്നാൽ മരിക്കുന്ന സമയത്ത് അവരുടെ പേരെന്ത് ചെയ്തു? പട്ടികയിൽ ഞാൻ ഉദാഹരണം പറയാം. ദാവീദിന്റെ പേര് ജീവോത്സവത്തിലുണ്ടായിരുന്നു. പക്ഷെ ദൈവം അവരെ കണ്ട് അഭിഷേകം ചെയ്തത് ആ കാലഘട്ടത്തിലെ ഒരു ശ്രേഷ്ഠനായിട്ടാണ് ദൈവം കണ്ടത് ആണല്ലോ. അതെ, കാരണം ദാവീദിന്റെ പേര് പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും മനുഷ്യരുടെ ബന്ധത്തിൽ, ദാവീദുടെ ബന്ധത്തിൽ പറഞ്ഞാണ് യേശുവിന്റെ വംശാവലി പറഞ്ഞിരിക്കുന്നത്. കാരണം ദാവീദ് മോശക്കാരനല്ല, ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങൾ മോശമല്ല, ദാവീദ് ശക്തനായ പ്രവാചകരായിരുന്നു, അദ്ദേഹം രചിച്ചതെല്ലാം വലിയ കാര്യങ്ങൾ. പക്ഷെ എന്നാൽ ദാവീദ് മനഃപൂർവ്വമായി പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയുമെന്നാണ്. എന്നെ ഉപേക്ഷിച്ച് കളയുമെന്ന് പറഞ്ഞു, തള്ളിക്കളയുമെന്ന് പറഞ്ഞു. ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവം വിട്ടുകൊടുത്തില്ല. ആ പാപത്തെ ദൈവം കണ്ണടച്ചു കളഞ്ഞില്ല. എന്റെ അഭിഷക്തനാണെന്ന് ദൈവം വിചാരിച്ചില്ല. അവൾ പറഞ്ഞു നിന്നെ കൊല്ലേണ്ടതാ, പക്ഷേ നീ രാജാവായിട്ടിരുന്നിട്ട് നീ കാര്യം പാപം ചെയ്തിട്ട് സാധാരണ രാജാക്കന്മാരുടെ അടുത്ത് പ്രവാചകന്മാർ ചെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ കൊന്നുകളയും. പക്ഷേ ഈ രാജാവ് ആയിരിക്കുന്ന ദാവീദിന്റെ അടുത്ത് ഈ ദൈവഭക്തനായിരിക്കുന്ന നാഥാൻ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ ദാവീദ് ഉള്ളുരുകി പ്രാർത്ഥിച്ചു, അവൻ ക്ഷമ ചോദിച്ചു. അതുകൊണ്ട് അവൾ ക്ഷമിച്ച ദൈവം അവന് മാനസാന്തരമുണ്ട്. സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യത്തില്ല. രാജാക്കന്മാരെന്ത് ചെയ്യും? അവരുടെ അധികാരത്തിന്റെ ഗർവിൽ പറയുന്നവരെ എന്ത് ചെയ്യും? തള്ളിക്കളയുള്ളൂ, വരെ കൊന്നുകളെ മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ ചെയ്ത തെറ്റിനെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദാവീദിൽ ദൈവം കൊടുത്തിരുന്ന അഭിഷേകത്തിന്റെ തെളിവ് ഉണ്ടായിരുന്നുകൊണ്ട്, അവന് ദൈവമായുള്ള ബന്ധമുള്ളതുകൊണ്ട്, പാപത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വന്നു കഴിഞ്ഞപ്പോൾ, വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ ധിക്കരിക്കാൻ ഇടയാത്തുന്നില്ല. എന്ത് ചെയ്തു? ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ടത് കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിന്നെ കൊല്ലത്തില്ലെന്ന് പറഞ്ഞത്. സാധാരണക്കാരനല്ല ദാവീദ്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അഭിഷിക്തനായിരുന്നു. അദ്ദേഹം പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു നിന്റെ പേര് ഞാൻ എന്ത് ചെയ്യും? മായ്ച്ചു കളയും. മടങ്ങി വന്നു. അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ ദാവീദ് അവന്റെ പേര് ആ ശ്രേഷ്ഠന്മാരുടെ പേരിലാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതിയപ്പോൾ അവന്റെ പേര് അതിൻ്റെ അകത്തുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഹാബേൽ മുതൽ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഹാനോക്ക് ആ കാലഘട്ടത്തിൽ ദൈവത്തോടു കൂടെ നടന്നു. മരണം കാണാതെ എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു എന്നാണ് അറിയിരിക്കുന്നത്. മരണം കാണാതെ എടുക്കപ്പെട്ടു. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. ഏത് കാലഘട്ടത്തിലും ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയും. ആഗ്രഹമുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഹാനോക്ക് നടന്നതെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഹാനോക്ക് നടന്നത്? ഹാനോക്കിന് ദർശനങ്ങൾ ലഭിക്കാനിടയായിരുന്നു. വലിയ ജലപ്രളയം വരും, ഭൂമി മുഴുവൻ നശിച്ചു പോകുമെന്നുള്ള കാഴ്ചപ്പാട് ദൈവം അരുളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, അതൊന്നും കാണാൻ എനിക്കിടയാകരുത്, അതിനു മുമ്പ് എന്നെ എടുത്തുകൊള്ളണമേ എന്ന് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ദൈവം അവനെ എന്ത് ചെയ്തത്? എടുത്തുകൊണ്ടതിനാൽ മരണം കാണാതെ അവൻ എടുക്കപ്പെട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാനോക്കിനെ ഹാബേലിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹാനോക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ അതിലേക്ക് വിസ്തരിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവര് ശിശുക്കളെ തുല്യമായിട്ടുള്ള ജീവവസ്തുവിൽ മാത്രം എഴുതപ്പെട്ടവരല്ലായിരുന്നു. ഇവരാരായിരുന്നു? ഇവർ ശ്രേഷ്ഠന്മാരായതുകൊണ്ട് അവർ അല്ലെ നമ്മൾ സാധാരണ ജനിച്ചു വീഴുന്ന കുഞ്ഞിനോട് തുല്യമാണോ അബ്രഹാം? അല്ല. ദാവീദിന് തുല്യമാണോ? അങ്ങനെയുള്ളവരല്ല. അപ്പൊ വിശ്വാസപീരന്മാർ പട്ടിക പഠിക്കുമ്പോൾ അവരൊക്കെ തേജസ്സിൽ വ്യത്യാസമുള്ള തേജസ് പ്രാപിക്കുന്നവരായിരുന്നു. ഇനി എന്താണ് അവർക്ക് ലഭിക്കുന്ന തേജസ് എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമോ? അബ്രഹാമിന് ലഭിക്കുന്ന തേജസ് എന്താണ്? സാധാരണ ഒരു ശിശുവാരി മരിച്ചു പോകുന്ന ഒരു കുഞ്ഞിന് ജനിക്കുന്ന തേജസ് എന്താണ്? ദൈവമക്കൾക്ക് ലഭിക്കുന്ന തേജസ് എന്താണ്? മണവാട്ടിയുടെ തോഴിമാർക്ക് ലഭിക്കുന്ന തേജസ് എന്താണെന്ന് അറിയാമോ? തേജസ്സിന്റെ നിലവാരങ്ങളുണ്ട്. ഒരു 15-ാം അധ്യായം വായിച്ചാൽ മതി. അതിനകത്ത് തേജസ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തേജസ്സിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് പറയുമ്പോൾ പുരുഷാലെ കുറിച്ച് പഠനം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ദൈവം പറഞ്ഞ ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലെന്നാണ് പറഞ്ഞത്. പരിചാരമില്ല, പുനരുത്ഥാനെ കുറിച്ച് അറിവില്ല. അത് മനസ്സിലാക്കാൻ ആരും ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇതെല്ലാം നമ്മളെ കുറിച്ച കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? ഞാനും നിങ്ങളിതെല്ലാം ഒരു അഭിമുഖീകരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക് പോലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. നമ്മളെല്ലാം ഇതിലൂടെ കടന്നു പോകണം കേട്ടോ. ഒരു ദിവസം നാം കടന്നു പോകും. ഇന്ന് കാണുന്ന പ്രൗഢിയും ഇന്ന് കാണുന്ന ആയുസ്സും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഏത് സമയത്താണ് ഇവിടുന്ന് മാറുന്ന അറിയത്തില്ല. അങ്ങനെ മാറ്റപ്പെടും. അതുകൊണ്ട് നിർവികാര്യമായി
ഈ കാര്യങ്ങളെ ചിന്തിക്കുന്നത് ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ എവിടെയായിരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാ ഇങ്ങനെയുള്ള കോൺഫറൻസുകൾ വിളിച്ചു കൂട്ടുന്നത്. സ്തോത്രം. കാരണം ഇവിടെ വരുന്ന എല്ലാവരും എടുക്കപ്പെടണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടിയാണ് നാം ഇപ്രകാരം കൂടി വന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ വന്ന കുറവിനെ ദൈവം പരിഹരിച്ച് അവരെ മരണത്തിനു മുമ്പായി അവൻ എന്ത് ചെയ്തു? അവൻ ശ്രേഷ്ഠന്മാരുടെ ആ പദവിയിലേക്ക് എത്തി. അവൻ ദൈവകൃപയിലേക്ക് എത്തുവാനിടത്ത്. അപ്പോൾ ഒരു സാധാരണ കുഞ്ഞായിട്ട് ജനിച്ച് ഒരു ശിശുവിനെ പോലെയായി അങ്ങനെ ആരെങ്കിലും ലോകത്തിലുണ്ടെങ്കിൽ അവൻ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും സുവിശേഷം കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ സ്നാനപ്പെടുകയോ സ്നാനപ്പെടാതെയോ ഒക്കെ ഇരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ എത്രയോ പേര് മരിച്ചു പോയിട്ടുണ്ടല്ലേ. 2000 വർഷം മുമ്പ് എത്രയോ പേര് ഇന്നും എത്രയോ പേര് മരിച്ചു പോകുന്നത്. പക്ഷെ അവിടെയെല്ലാം ദൈവം നോക്കുന്നത് മനസ്സാക്ഷിയിൽ ആരെങ്കിലും ഒരു ശിശുവിനെ പോലെ ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് നരകാഗ്നിയിൽ ഇടുന്നവനല്ല നമ്മുടെ കർത്താവ്. ഇങ്ങനെയുള്ള ഇടത്തില്ല. അതുകൊണ്ട് ആ ഒരു നിലവാരത്തിലാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന തേജസ്സിനെ കുറിച്ച് പറയുന്നത് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. വായിച്ചിട്ടുണ്ടാരെങ്കിലും ഇതോടെ ബന്ധത്തില്ല. അപ്പം സ്വർഗത്തിൽ പേരിരിക്കുന്നവരുടെ തേജസ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് സ്വർഗത്തിൽ പേരിരിക്കുന്ന തേജസ്സിൽ ആദ്യത്തെ ഗണം ഭൗമ ശരീരങ്ങളുടെ തേജസ് പ്രാപിപ്പാനുള്ള ഗണത്തിൽ വരുന്നവരാണ്. ഭൗമ ശരീരങ്ങളുടെ തേജസ് എന്ന് പറഞ്ഞാൽ ആ തേജസ് കൊണ്ട് ഒരിക്കലും സ്വർഗത്തിലെത്താൻ കഴിയത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ ഇതിന്റെ ഇന്ന് ബേസ് ഇട്ട് പോവുക, അല്ലെങ്കിൽ ബാക്കി പറഞ്ഞു പോയാൽ മനസ്സിലാകാത്തതുകൊണ്ടൊന്ന് ബേസ് ഇട്ട് പോകുന്നത്. എന്നോട് ഒരാളൊന്ന് പറഞ്ഞ് ഇച്ചിരി ഒന്ന് അടിസ്ഥാനം ഇട്ട് പോകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ബേസ് ഇട്ട് പോകുന്നത്, അടിസ്ഥാനം ഇട്ട് പോകുന്നത്. ഈ ഭൗമത ജീവവസ്തു പേരുള്ളവരുടെ തേജസ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ ആദ്യമായിട്ട്. ജീവവസ്തുവിൽ മാത്രമാണ് നമ്മുടെ പേരുള്ളതെങ്കിൽ ഇതെന്നാ തുറക്കപ്പെടുന്നത് ഒടുക്കത്തെ നാളിൽ അല്ലേ? നിങ്ങൾക്ക് ഇതൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. എന്നാ ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം ഉണ്ടോ? കർത്താവ് തന്നെ പറഞ്ഞോ, എന്റെ രക്തം കുടിക്കുകയും എന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആളാ പറഞ്ഞത്. ആണോ? സംശയം. അതിന്റെ അർത്ഥം കർത്തൃമേശ അനുഭവിക്കുന്നതാ, സ്നാനപ്പെട്ടതാ. പക്ഷേ ഭൗമിക തേജസ്സുള്ള ജീവവസ്തു മാത്രമേ പേരുള്ളെങ്കിൽ എന്നെ ഉയർത്തെഴുന്നേറ്റ് വരികയുള്ളൂ. എന്താ പറയാൻ പേടിയല്ല. എന്നെ ഉയർത്തെഴുന്നേറ്റ് വരികയുള്ളൂ. ഞാന് 30 മേനിയുള്ള ഒരാളാണെങ്കിൽ, ഞാൻ രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ഞാന് കർത്തൃമേശയ്ക്ക് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ദൈവം എന്റെ ഗ്രേഡ് നോക്കുമ്പോൾ ഞാൻ തികവുള്ളവനല്ലെങ്കിൽ, ആ നിലവാരത്തിലാ ഭരിക്കുന്നെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം മനസ്സിലാകത്തില്ല. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ജീവവസ്തുത്തിൽ മാത്രമേ എന്റെ പേര് കാണുകയുള്ളൂ. അന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഭൗമതേജസ്സായിരിക്കും. അങ്ങനെ ഭൗമതേജസ് ലഭിച്ചാൽ ഞാൻ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ദൂതതുല്യരായിട്ട് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കും. അവർക്ക് ലഭിക്കുന്ന തേജസ് അതാണ്. സ്വർഗത്തിൽ പേരെഴുതിക്കുന്നതിൽ ശ്രേഷ്ഠന്മേറിയ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ശിശുക്കൾ ഉൾപ്പെടെയുള്ള നീതിമാന്മാരുടെ ഗണത്തിൽപ്പെടുന്നവർ മരിച്ചു കഴിഞ്ഞാൽ ആകാശം ഇല്ലാതാകുവോളം അവരെന്ത് ചെയ്യുന്നില്ല? ഉണരുന്നില്ല. കർത്താവിന്റെ മധ്യാകാശവരമോ, ഏതോ സാധാനിക മഹോത്തരമോ, എതിർക്രിസ്തുവിന്റെ ഭരണമോ, 1000 ആണ്ട് വാഴ്ചയോ, ഗോകുമോ യുദ്ധമോ ഇതൊന്നും അവര് അറിയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഒടുക്കത്തെ നാളിൽ മനുഷ്യപുത്രന്മാരെയും മടങ്ങി വരുവെന്ന് പറയുമ്പോൾ അന്ന് മണ്ണിൽ കിടക്കുന്ന അതുവരെ പുനരുത്ഥാനം പ്രാപിക്കാത്ത നിത്യജീവന യോഗ്യതയായിട്ടുള്ളവരും, അതുപോലെ പാപം ചെയ്ത പാതാളത്തിൽ പോയിട്ടുള്ളവരും, മരണത്തിന് കഠിനമായ പാപം ചെയ്തവരും എല്ലാവരും ദൈവത്തിന്റെ വെള്ളസിംഹാസനം മുമ്പാകെ വരും. അന്നായിരിക്കും ഈ ജീവവസ്ത്രം തുറക്കപ്പെടുന്നത്. അന്നാണ് അവർക്ക് ലഭിക്കുന്ന തേജസ്, ഭൗമിക തേജസ്സാണ് ലഭിക്കുന്നത്. അവരെവിടേക്കാണ് പ്രവേശിക്കപ്പെടുന്നത്? പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് കണ്ടുകൊണ്ട് എല്ലാവരും കർത്താവിനെ എടുക്കപ്പെടുമോ? അവിടെ കർത്താവ് പറഞ്ഞത്, എന്റെ രക്തം കുടിക്കുകയും എന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവനെ ഞാൻ അവന് നിത്യജീവനുണ്ട്. അവനെന്ത് ചെയ്യും? ഒടുക്കത്തെ നാളിൽ എന്ത് ചെയ്യും? ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ നിത്യജീവന് യോഗ്യത ഉണ്ടെങ്കിൽ 30 മേനിയായിട്ടുള്ളൂ. ലഭിക്കാൻ പോകുന്ന തേജസ് ഒടുക്കത്തെ നാളിലായിരിക്കും. അന്ന് ലഭിക്കുന്ന തേജസ് എന്തായിരിക്കും? ഭൗമിക തേജസ്സായിരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും
കുറഞ്ഞ വർഷം അതിലെങ്കിലും ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും കുറഞ്ഞ പക്ഷം അതിലെങ്കിലും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ജീവിതത്തിൽ പേരില്ലാത്ത എല്ലാത്തിനെയും ഓടിയിടും, തീപ്പൊയ്യിൽ തള്ളിയിടും. അതുകൊണ്ട് ജീവിതത്തിൽ പേരുണ്ടായിരിക്കണം. ഇനി അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഹാബേൽ അവൻ ജീവനിൽ യോഗ്യനായിരുന്നു. എന്നാൽ മരണമുഖാന്തരമായി അവന്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ ദൈവ തേജസ്സിൽ മാറ്റം അവന് ലഭിക്കാൻ ഇടയായിരുന്നു. അവന് ലഭിക്കുന്ന തേജസ്സിനെ കുറിച്ച് സ്വർഗം പറഞ്ഞിരിക്കുന്നത് നക്ഷത്ര തേജസ്സിന് അവൻ യോഗ്യനായിരിക്കും. ഏകദേശം അവന് ലഭിക്കുന്നത് നക്ഷത്ര തേജസ് ഉണ്ടോ? ഒരു നിലയിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ മരണ വീട്ടിലേക്ക് എന്ന് വായിച്ച് ജീവിക്കുന്നത് 15-ാം അധ്യായം, 1-15 അധ്യായം. ഞാൻ ഇതെല്ലാം വായിച്ച് കേൾക്കും, അതേക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കും. പക്ഷെ നമുക്കൊന്നും അവിടെ പ്രസംഗിക്കാൻ സമയം തരുന്നില്ല ആരും. കാരണം ഞാൻ അറിയപ്പെടുന്ന ആളല്ലല്ലോ. പക്ഷെ ഇതെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കും. ശരിക്കും വിഷമം തോന്നി. ഇവരെന്നും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് നിത്യജീവനെന്നോ, എന്താണ് തേജസ്സിന്റെ ഗണമെന്നോ, എന്താണ് പുനരുത്ഥാനമെന്നോ, എന്താണ് എല്ലാവരും എടുക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാതെ സാധാരണ പാരമ്പര്യ ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ പല്ലവി പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ദാനിയേൽ ഉയർത്തി നിൽക്കുമ്പോൾ കൂടെ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പോയി വിശ്രമിച്ചു കൊള്ളുക, ദാനിയേലേ പോയി വിശ്രമിച്ചു കൊള്ളുക, നീ കാലാവസ്ഥാനത്ത് നിന്റെ ഓഹരി പായിപ്പാൻ എഴുന്നേറ്റു വരും. പെന്തക്കോസ്തുകാരന്റെ വിശ്വാസം അത്രയേ ഉള്ളൂ, പഠനം അത്രയേ ഉള്ളൂ. ദാനിയേൽ എന്നാ ഉയർത്തെഴുന്നേറ്റ് വരുന്നതെന്ന് അറിയാമോ? അതിൻ്റെ കർത്താവിന്റെ കാള ധരിക്കുമ്പോഴാണ് വരുന്നത്, ആണോ? ദാനിയേൽ ലഭിക്കുന്ന തേജസ് എന്താ? പഴയ പുതിയ വിശ്വാസം വ്യത്യാസം എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏത് തേജസ്സിലാ വരുന്നത്? ഇങ്ങനെയാണെങ്കിൽ ദാനിയേല് പുനരുത്ഥാനം പ്രാപിക്കുമ്പോഴാണ്, പുനരുത്ഥാനം പ്രാപിച്ചു വരാൻ വേണ്ടിയാണ് കല്ലറ കൊണ്ട് വെക്കുന്നെങ്കിൽ ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ളൊരു ആശംസ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തെറ്റായ കാര്യമാണ് പറയാൻ. ഇങ്ങനെ അല്ലെ അവസാനം പറഞ്ഞു വെക്കുക, ദാനിയേലേ നീ പോയി വിശ്രമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പറഞ്ഞത് പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ബന്ധത്തിലാണ് ദാനിയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അന്ന് ഉയർത്തപ്പെടാനുള്ളവരല്ല ആര്? നമ്മൾ. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന തേജസ് നക്ഷത്ര തേജസ്സാണ്. നക്ഷത്ര തേജസ്. അപ്പോൾ തേജസ്സിന്റെ ആദ്യത്തെ ഘട്ടങ്ങളാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ശരിക്കും പുനരുത്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഓർഡറിലാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിത്യജീവനിന്റെ യോഗ്യതയായിട്ടുള്ളവരുടെ തേജസ് ഭൗമിക തേജസ്സായിരിക്കും. പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരുടെ തേജസ് അവർക്ക് ലഭിക്കുന്നത് നക്ഷത്ര തേജസ്സായിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് മറ്റൊരു പ്രയോഗം കൂടുതലുണ്ട്. നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ ഭേദമുണ്ടല്ലോ. എന്താ അതിന്റെ അർത്ഥം? എന്താ? നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ ഭേദമുണ്ടല്ലോ. അതിന്റെ അർത്ഥം നക്ഷത്ര തേജസ് പ്രാപിക്കുന്ന പഴയ വിശുദ്ധന്മാരുണ്ട്. അബ്രഹാം ഉൾപ്പെടെ. നമ്മളെ വിശ്വാസ വീരന്മാരുടെ പട്ടിക ഗിബ്രായ ലേഖനം വായിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് മുഴുവനും ലഭിക്കുന്ന പുനരുത്ഥാനത്തിൽ ലഭിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന തേജസ് എന്താണ്? അത് നക്ഷത്ര തേജസ്സാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, വചനത്തെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇനി അതേക്കുറിച്ച് സംശയമൊന്നും നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാം, എങ്ങനെയാണ് പഠിപ്പിച്ചു തരാം. പിന്നെ നക്ഷത്രങ്ങൾ വ്യത്യാസമുള്ള തേജസ് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴല്ല പറയേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. നക്ഷത്രങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ കാലത്ത് ഒരു 144,000 പേരെന്ത് ചെയ്യാറുണ്ട്? ഇസ്രായേലിൽ നിന്ന് രക്തസാക്ഷിന്ന് ഭരിക്കും. ഇവരും പഴയ വിശുദ്ധന്മാരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാ, ന്യായപ്രമാണോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇവർക്ക് ലഭിക്കുന്ന തേജസ് എന്താണ്? നക്ഷത്രങ്ങൾ വ്യത്യസ്തമുള്ള തേജസ്സാണ്. അപ്പൊ അവരെ നക്ഷത്ര തേജസ് വ്യത്യസ്തം കാണാം. അപ്പൊ 3 തേജസ്സിന്റെ കാര്യങ്ങൾ നാം പഠിച്ചു. ഒന്ന്, ഭൗമ്യ തേജസ് പ്രാപിക്കുന്ന നിത്യജീവന യോഗ്യതയുള്ളവർ, നമ്മളെല്ലാം അഗണത്തിൽപ്പെടുന്നവരാണ്. അപ്പൊ അങ്ങനെയാണ് നാം മരിക്കുന്നതെങ്കിൽ, ജീവവസ്തുവിൽ മാത്രം ഒരു പേരുണ്ടെങ്കിൽ എന്നായിരിക്കും നാം ഉയർത്തെഴുന്നേറ്റ് വരുന്നത്? ഒടുക്കത്തെ നാളിൽ. എവിടേക്കായിരിക്കും നാം പ്രവേശിക്കപ്പെടുന്നത്? പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ദൂതതുല്യരായിട്ട് പ്രവേശിക്കപ്പെടാൻ ഭാഗ്യം ലഭിക്കും. അവര് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്കായിരിക്കും. നാം പഴയ നിയമത്തിന്റെ വിശ്വാസന്മാരല്ലാത്തത് കൊണ്ട് നമുക്ക് നക്ഷത്ര തേജസ്സിന് വ്യത്യസ്തമുള്ള തേജസ്സോ നമുക്ക് ലഭിക്കത്തില്ല. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ലഭിക്കുന്ന തേജസ്സിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. 4 തേജസ്സിന്റെ ഗണങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുക. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ
തേജസ്സിൽ വ്യത്യാസമുണ്ടല്ലോ. പൗലോസ് മനുഷ്യന്റെ ഗുണത്തെ മുഴുവൻ എടുത്തു പഠിച്ചിട്ട്, മാനവംശത്തെ മുഴുവൻ എടുത്തു പഠിച്ച് തേജസ്സുള്ളവരെ മുഴുവനും അരച്ചു കലക്കി ചില വാക്കുകളിൽ രേഖപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ളവരാണ് തേജസ് പ്രാപിക്കാൻ പോകുന്നത്, ഭൗമിക തേജസ് പ്രാപിക്കുന്നതുകൊണ്ട്. പക്ഷെ അതിന്റെ വിവർത്തനം ചെയ്യേണ്ടത് നമ്മളാണ്. ഈ കാലഘട്ടത്തിൽ അവസാന സമയത്ത് നമ്മൾ ആ പരിശുദ്ധാത്മാവിനാൽ വിവർത്തനം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ കിട്ടുന്ന സ്റ്റേജുകളിലും സ്ഥലങ്ങളിലെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കേണ്ടവർ കേൾക്കുക. കർത്താവ് പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭയുടെ എല്ലാം ദൂത് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ചെവിയുള്ളവൻ കേൾക്കട്ടെന്നാ പറയുന്നത്. അപ്പോൾ നക്ഷത്ര തേജസ് പ്രാപിക്കുന്ന ഒരു ഗണത്തിൽ നമ്മൾ വരത്തില്ല. അതാരാണ്? പഴയ നിയമത്തിന് ശേഷം അവരുടെ ഒരു പുസ്തകം ദൈവം എഴുതുന്നുണ്ട്. അത് ദൈവം ഇതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായം തന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം തന്നിരിക്കുന്നത് ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? നക്ഷത്ര തേജസ് പ്രാപിക്കുന്നവരുടെ ഒരു ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ രക്തസാക്ഷികളാകുന്നവരെ കുറിച്ച് 6-ാം അധ്യായം മുതൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ലഭിക്കുന്ന തേജസ് നക്ഷത്രത്തിൽ വ്യത്യസ്തതയുള്ള തേജസ്സായിരിക്കും. അവർ എതിർക്രിസ്തുവിന്റെ കാലത്ത് രക്തസാക്ഷിത്വം വരിക്കുന്ന 144,000 പേരായിരിക്കും അവർക്ക് ലഭിക്കുന്ന തേജസ്. നക്ഷത്രങ്ങൾ വ്യത്യസ്തമുള്ളതായ ഒരു പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാരോട് ബന്ധപ്പെട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇതാണ് 3 ഗണത്തിൽപ്പെടുന്ന ആൾക്കാർ. ഈ 3 ഗണത്തിൽപ്പെടുന്നവരുടെ പേരുകൾ പ്രത്യേകമായിട്ടാണ് സ്വർഗത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. അത് തുറക്കേണ്ട സമയത്താണ് തുറക്കുന്നത്. അതിൽ ഉൾപ്പെടുന്നവർ പുനരുത്ഥാനം പ്രാപിക്കും. അതുവരെയും അത് ആ നിരകളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. കർത്താവ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയർത്തി കയറി ദാനങ്ങളെ കൊടുത്തു. സകലത്തെ നിറയ്ക്കേണ്ടവൻ അവൻ ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുവരെയും ഈ പൗർദീസ എന്നുള്ളത് ശൂന്യമായി കിടന്നിരുന്ന സ്ഥലമാണ്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ തന്നെ മനുഷ്യൻ പാപമുണ്ടാകുമെന്നും മനുഷ്യന്റെ മരണാന്തരങ്ങൾ ഉണ്ടെന്നുള്ളതും ദൈവം മുന്നമേ കണ്ടുകൊണ്ടിട്ട ഒരു ആർട്ടിക്കിട്ടാണ് നമ്മുടെ കർത്താവ്. ഈ ഭൂമി പണിയുന്നതിന് മുമ്പായി നമുക്കറിയാം, നമ്മൾ വീട് പണിയുമ്പോൾ നമ്മളെങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? അത് 1 നില വേണോ, 2 നില വേണോ, അണ്ടർഗ്രൗണ്ട് വേണോ, 3 നില വേണോ, സ്വിമ്മിംഗ് പൂൾ വേണോ എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും അല്ലേ? നീന്തൽ അറിയത്തില്ലേലും സ്വിമ്മിംഗ് പൂളൊക്കെ വെച്ചേക്കാന്ന് വിചാരിക്കും. കാരണം അത് ഒരു പദവി ഇരിക്കേണ്ടത് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ കാശുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വീട് പണിയുന്നത്. നമ്മളൊരു കാശുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാൽ ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അനാദിയിലെ കാര്യങ്ങളെ നേരത്തെ കാണുന്ന കർത്താവ് അവൻ മുന്നമേ ഇതിന് അടിസ്ഥാനം ഇട്ടപ്പോൾ തന്നെ എവിടെയെല്ലാം മനുഷ്യന്റെ ആത്മാക്കളെ കൊണ്ട് വെക്കാമെന്നുള്ള രീതിയിൽ ദൈവം പ്ലാൻ ചെയ്തു. ഞാൻ സബ്ജക്റ്റിലേക്ക് മാറിപ്പോകുന്നില്ല. ദൈവം എന്ന് വെച്ചാൽ ഉടൻ തുടങ്ങുന്ന ബൈബിൾ ക്ലാസ് മനുഷ്യന്റെ മരണത്തിന് ശേഷം ഇവിടെ മനുഷ്യന്റെ പുനരുത്ഥാനങ്ങളെ കുറിച്ചുള്ള വിഷയമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. വെളിപ്പാട് ദിവസം പഠനം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ എനിക്കറിയാം ഈ വിഷയം ഇവിടെ പഠിപ്പിക്കണം. കാരണം ആരും കേട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഇത് ഇട്ടേക്കാന്ന് വിചാരിച്ചു. കാരണം ആരെങ്കിലും കേൾക്കട്ടെ. ഞാൻ ആരുടെയും പുറകെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറയത്തില്ല, കേൾക്കണമെന്നും പറയത്തില്ല. പക്ഷെ ഇത് അങ്ങ് ഇട്ടേക്കും. ആർക്കെങ്കിലും വേണമെങ്കിൽ ക്ലാസ് എടുക്കാൻ ദൈവവിയാൽ അത് ആഗ്രഹിക്കുന്നതാണ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണെന്ന് അറിയണം, പുനരുത്ഥാന നിരകൾ എന്താണെന്ന് അറിയണം. അത് ആർക്കെങ്കിലും കേൾക്കാൻ പ്രയോജനപ്പെടുന്നെങ്കിൽ വേണമെന്നില്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ നിരകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരുടെ പേരുകൾ ദൈവം എന്ത് ചെയ്തു? രേഖപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ രേഖപ്പെടുത്തി വന്നപ്പോഴാണ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ മണവാട്ടി സഭയെക്കുറിച്ച് തേജസ്സിനുള്ള ബന്ധത്തിൽ പറയുമ്പോൾ മണവാട്ടി സഭയ്ക്ക് ലഭിക്കുന്ന തേജസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സൂര്യ തേജസ് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് തേജസ് ലഭിക്കുന്നത്? നേരുസൂര്യനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയായി അവനോട് സദൃശ്യപ്പെടുവാൻ ഭാഗ്യം ലഭിക്കുന്ന അവന്റെ ആത്മമണവാട്ടിക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് അത് സൂര്യ തേജസ്സാണ്. ആ തേജസ്സിന് ഉടമയായി തീരണമെങ്കിൽ ഞാനും നിങ്ങളും ലോകത്തെയും ജഡത്തെയും സാത്താനെയും ജയിച്ച് ജയകരമായ ഒരു ജീവിതം നയിക്കുന്നവർക്കും മാത്രമേ അവിടേക്ക് പ്രവേശിപ്പാൻ സാധിക്കത്തുള്ളൂ. എല്ലാവരുടെ കൂടി ഇവിടെ വിശുദ്ധനായി പ്രഖ്യാപിച്ചാൽ വിശുദ്ധനാകത്തില്ല. എല്ലാവരുടെ കൂടി എബ്രഹാം മാസ് എന്നാൽ മണവാട്ടി സഭയുടെ അംഗമായി തീരട്ടെന്ന് നിങ്ങളുടെ കൂടി തീരുമാനിച്ചാൽ ദൈവം പറയും, നിങ്ങൾ തീരുമാനിച്ചു എനിക്ക് അവനെ വേണ്ടെന്ന് പറയും. അതുകൊണ്ട് ഇവിടെ ആലോചിച്ച് പൊക്കി വെച്ചാലും ഒന്നും ആകത്തില്ല. ഇവിടെ ആര് താഴ്ത്തിയാലും ആകത്തില്ല. സ്വർഗമാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് അവിടുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. ആരുമായിട്ടാണ്? സ്വർഗമായിട്ടാണ്, ദൈവമായിട്ടാണ് ബന്ധമുള്ളത്. ഇതിന്റെ കാറ്റ് പോയെന്ന് തോന്നുന്നു. അപ്പോൾ സ്വർഗമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. അങ്ങനെ നാം ഏത് നിലവാരത്തിൽ എത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകണം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? തൃപ്തിപ്പെടുത്തും. ഏതാഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്?
ഏതാഗ്രഹം ഉണ്ടായിരിക്കേണ്ടത് പോകുന്നതിന് മുമ്പ് ഏതാഗ്രഹം ഉണ്ടാകേണ്ടത് എനിക്ക് കർത്താവ് അങ്ങയുടെ കൃപയാൽ വല്ല വിധേനയും എങ്ങനെയെങ്കിലും ആ സൂര്യ തേജസ് പ്രാപിപ്പാൻ എന്റെ അവസാന ശ്വാസം വരുമ്പോൾ അങ്ങയുടെ വരവെങ്കിൽ പേര് വിളിക്കുമ്പോൾ ആ പേരിന് യോഗ്യരായിത്തീരുവാൻ എന്നെ കൂടി കർത്താവ് ഒരുക്കണം. അതല്ല ഞാൻ രൂപാന്തരപ്പെടുവാൻ ഇടയായിത്തീരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. പിന്നെ ചന്ദ്രദർശനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയുടെ 60 മേനി വിളയെന്ന അഥവാ മണവാട്ടിയുടെ തോഴിമാരാകുന്ന കന്യകമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 45-ാം സങ്കീർത്തനം 45-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് 45-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് മണവാട്ടിയുടെ തോഴിമാർ പറയുന്ന 45-ാം സങ്കീർത്തനം പ്രേമ സങ്കീർത്തനമാണ്. അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ പറയുകയാണ് അവൾ രാജിയെ അവളെ തോഴിമാർ അവളുടെ കൂടെ നടക്കുന്ന കന്യകമാരായ തോഴിമാരെയും കൊണ്ടുവരും. അവിടെ കൂടെ നടക്കുന്ന കന്യകമാരായ തോഴിമാരെ കൊണ്ടുവരും. ഞാനിന്ന് ഈ പകൽസമയം പറയുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കേൾക്കുന്നവരാ. ഒരുപക്ഷെ ഒരു പായിൽ കിടന്ന സഹോദരങ്ങളായിരിക്കാം, ഒരു പാത്രത്തിൽ കഴിച്ചവരായിരിക്കാം. നിങ്ങൾ വളർന്നു വന്നപ്പോൾ ഒരു ജോലിയാണോ ചെയ്യുന്നത്? നിങ്ങൾ ഒരേ സ്റ്റാറ്റസിലാണോ എല്ലാവരും ആയിരിക്കുന്നത്? ആണോ? ഒരേ നിലവാരത്തിലാണോ എല്ലാവരും ആയിരിക്കുന്നത്? അല്ല. ആണോ? അങ്ങനെയാണോ? ഒരേ പാത്രത്തിൽ തിന്നു വളർന്നവർ, ഒരേ വായിൽ കിടന്നു വന്നവർ, അല്ലേ? ഒരേ വീട്ടിൽ ജനിച്ചു വന്നവർ എല്ലാവരും ഒരു നിരയിലാണോ? അങ്ങനെയാണെങ്കിൽ ഒരു സഭയിലെ അംഗങ്ങളാ, ഒരേ മെസ്സേജ് കേൾക്കുന്നവരാ, ഒരേ കർത്തൃമേശ എടുക്കുന്നവരാ. കർത്താവിന്റെ സന്നദ്ധിയിൽ പേരെഴുതപ്പെടുമ്പോൾ അത് ഒരേ നിലയിലായിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നാം തന്നെ വിചാരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. ഇന്ന് ഈ പകൽ സമയം നമ്മൾ ആഗ്രഹിക്കണം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഞ്ചിയതായിരിക്കണം. എനിക്ക് വല്ല വിധേനയും എന്ത് ചെയ്യണം? അതിലൊന്ന് പെടുവാൻ ഇടയാക്കണം. ഞാൻ നേടിയെന്നോ എനിക്ക് പ്രാപിച്ചുവെന്നോ പറയുന്നില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയാൻ ഇടയാക്കുന്നത്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശ്വാസം പോകുന്നവരെ നടക്കത്തില്ല. അതുകൊണ്ടാണ് അവനെ കുത്താനായിട്ട് ഒരു ദൂതനെ കൂടെ ദൈവം വെച്ചത്. കാരണം എന്താണെന്നറിയാവോ? എന്തിനാ വെച്ചത്? എന്തിനാണെന്നറിയാവോ? ദൈവം അത്രമാത്രം പൗലോസിനെ സ്നേഹിച്ചു. അവന്റെ അവസാന ശ്വാസം വരെ അവൻ വിശ്വാസത്തിൽ പോകാതിരിക്കാനായിട്ട് അവനെ കുത്താനായിട്ട് ഒരു ദൂതനെ വെക്കുവാനിടയാറ്റം. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നെഗളിച്ചു പോകാതിരിക്കേണ്ടതിന് അല്ലെ? വെളിപ്പാടുകളുടെ ആധിക്യം ലഭിച്ചപ്പോൾ പൗലോസ് വിചാരിക്കുക, എല്ലാവരെക്കാൾ എനിക്കറിയാം, ഞാൻ ഇത്ര ലേഖനം എഴുതിയതാ എന്നുള്ള തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അറിയാം, നെഗളിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്ക് കുത്തി വേദനിപ്പിച്ചവനെ ദൈവമേ എന്ന് വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ എടുക്കാൻ വേണ്ടിയ ചില വേദനകൾ തന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളും എന്ത് ചെയ്യും? നെഗളിച്ചു പോകും. എല്ലാ കാര്യങ്ങളും അതിന്റെ സമയത്ത് ഭംഗിയായി നടന്നുപോയാൽ ദൈവത്തെയോട് വിളിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. പിന്നെ നമ്മള് ഒരു ആരാധനയ്ക്ക് ഒരു പാരമ്പര്യത്തിനായി വന്ന് ബൈബിളുമായിട്ട് വന്നിരിക്കുന്ന സാക്ഷ്യം പറഞ്ഞോട്ടൊക്കെ പോകും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്ത് കിട്ടുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നാം എന്ത് ചെയ്യുന്നത്? ദൈവമേ എന്ന് നാം വിളിക്കുന്നത്. അത് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് വെച്ചിരിക്കുന്നതാണ്. ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവര്, എല്ലാ സുഖമാണ്, സ്വസ്ഥമാണെങ്കിൽ നീ ഏതോ അപകടത്തിലായിരിക്കുന്നത്. സ്തോത്രം. ഒരു കുഴപ്പമില്ലാത്തൊരു ക്രിസ്ത്യ ജീവിതമാണ് നീ നയിക്കുന്നെങ്കിൽ, നിനക്കൊരു കുഴപ്പമില്ലെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയട്ടെ, എന്തോ അപകടകരമായ ഒരു ആത്മീയ ജീവിതത്തിൽ നീ ആയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും താഴ്ചകളും വീഴ്ചകളും കണ്ണുനീരും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനെയെന്ന് പൗലോസ് ചോദിച്ചു. എന്തുകൊണ്ട് എന്ന് 3 പ്രാവശ്യം ചോദിച്ചു. ദൈവമേ, എനിക്കെന്താണ് ഇത്ര വലിയ വേദന? അല്ലേ? അവന്റെ തൂവാല കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുമായിരുന്നു, നിഴൽ കണ്ടാൽ സൗഖ്യം പ്രാപിക്കുമായിരുന്നു. പക്ഷേ പൗലോസ് ചോദിക്കുകയാണ്, എന്താണ് ദൈവമേ എനിക്ക് ഈ വേദന, എന്തുകൊണ്ട് ഇത് മാറ്റുന്നില്ല എന്ന് പൗലോസ് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു,
എന്റെ കൃപ നിനക്ക് മതി. നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തിയും തികഞ്ഞു വരും. നിന്റെ ബലഹീനതയിൽ ശക്തി തികച്ചെടുക്കുവാൻ, പുനരുത്ഥാനത്തിന്റെ ശക്തി തികച്ചെടുക്കാൻ വേണ്ടിയാ ദൈവം ചില ബലഹീനതകൾ തരുന്നത്. ഇന്ന് പലസമയം കരങ്ങൾ തെറ്റി ദൈവത്തിൽ സ്തോത്രം ചെയ്താട്ടെ. നിന്റെ ബലഹീനതയിൽ നിന്നെ കൈവിടാനല്ല, തള്ളിക്കളയാനല്ല, ദൈവാത്മാവ് ചില ബലഹീനതകൾ വരുത്തുന്നത് ശക്തി തികയ്ക്കാൻ വേണ്ടിയാ, പരിശുദ്ധാത്മാവ് ശക്തി തികയ്ക്കാൻ വേണ്ടിയാ. ചില കുത്തുകൾ, ചില വേദനകൾ, ചില വേദനകൾ, വല്ലാത്ത ബുദ്ധിമുട്ടുകൾ. എനിക്കെന്ത് മാത്രം വേദനയെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കെന്റെ കുറവായി, എന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരും. നിന്നെ ഉറപ്പിക്കുവാൻ, പുനരുത്ഥാന ശക്തി പകരുവാൻ, നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, നിന്നെ കൊണ്ടുപോകുവാൻ കർത്തൃദാനം വന്നിരിക്കുമ്പോൾ യേശുവിനോടുകൂടെ പോകുവാൻ വേണ്ടി ദൈവത്തിന്റെ കൃപ ദൈവം തരുവാൻ വേണ്ടിയാ ചില വേദനകൾ തരുന്നത്, ചില വേദനകൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില രോഗങ്ങൾ, ചില പാലങ്ങൾ. ആരെക്കൊണ്ടു പോകേണ്ട, വിഷമിച്ചു പോകേണ്ട. ദൈവം തന്നിരിക്കുന്നത്, ദൈവാത്മാവ് തന്നിരിക്കുന്നത് നിന്നെ കിട്ടുന്നത് ശക്തി നിറയ്ക്കാൻ വേണ്ടിയാ, ദൈവത്തിന്റെ കൃപയുടെ അളവത്തി ആരോഗ്യം വെളിപ്പെടുത്താൻ വേണ്ടിയാ, മൺപാത്രങ്ങളിൽ ദൈവാത്മാവിനെ നിറച്ചെടുക്കാൻ വേണ്ടിയാ ചില വേദനകൾ തരുന്നത്. രാത്രിയിൽ കരവേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, നന്ദി പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി തികഞ്ഞു വരുവാൻ ഈ ബലഹീനതയിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രാത്രിയിൽ എന്റെ വചനത്തിന് വിരാമം വിടുമ്പോൾ ദൈവങ്ങളുടെ ശരിയാവൊരു പമ്പടിയാകട്ടെ. അതുകൊണ്ട് നമുക്ക് പറയാൻ കർത്താവേ, ഈ കണ്ണുനീരും വേദനയും ഭാരമെല്ലാം ഉണ്ടാകുന്നത് എന്നെ തികച്ചെടുക്കാൻ വേണ്ടിയാ, എന്നെ തികച്ചെടുക്കാൻ വേണ്ടിയാ, എനിക്ക് ആ പുത്രത്വം നൽകാൻ വേണ്ടിയാ, എനിക്ക് ആ സ്വർഗീയ തേജസ്സിൽ ആ സൂര്യ തേജസ് നൽകാൻ വേണ്ടിയാ. പൗലോസിന്റെ മേൽ ദൈവത്തിന്റെ കൃപ നൽകുന്നത് പോലെ ഈ കോൺഗ്രസിന്റെ പ്രഥമ ദിവസത്തിൽ ദൈവാത്മാവിന്റെ കൃപ ശക്തി ആവരിക്കുന്നത്, നമ്മുടെ ബലഹീനതയെ ശക്തി തയ്ക്കുന്നത് അവന്റെ വരവുകൾ നമുക്ക് രൂപാന്തരപ്പെടുവാൻ വേണ്ടിയാണെന്ന് ദൂര് കൈമാറിക്കൊണ്ട് ഞാൻ ദൂര് വിരാമിക്കുന്നു. ദൈവമായി നമ്മെ ഏവരും ഉണ്ടാവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.